ഓരോ യാത്ര പോകുമ്പോഴും കണ്ടു തീർക്കേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നവരാണല്ലോ നമ്മൾ. എന്നാൽ ചില യാത്രകൾ അങ്ങനെയല്ല. പ്രകൃതിയെ അടുത്തറിഞ്ഞ് അതിൻ്റെ താളത്തിൽ ലയിച്ച് അങ്ങനെ ഒരു യാത്രയായിരുന്നു ഞങ്ങൾക്കിത്. കൊടൈക്കനാലിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി മലകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമം പൂമ്പാറൈ. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങളും പച്ചപുതച്ച മലനിരകളും താഴ്വാരങ്ങളിലൂടെ ഒഴുകി നടക്കുന്ന മേഘങ്ങളുമൊക്കെയായി പ്രകൃതി തീർത്ത ഒരു ചിത്രം പോലെയാണ് പൂമ്പാറൈ. ഈ യാത്രയിലുടനീളം ഞങ്ങളെ കാത്തിരുന്നത് മഞ്ഞും മഴയും മേഘങ്ങളും പിന്നെ സമയം പോലും നിശ്ചലമായി തോന്നിയ ചില നിമിഷങ്ങളും. ഹേ ഓൾ, ഇറ്റ്സ് മീ ലാവണ്യ രാഹുൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത്തവണ ഞങ്ങൾ നിന്നത് സോസ്റ്റൽ പൂമ്പാറയിലാണ്. സോളോ ട്രിപ്പൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനാണ് ഈ സോസ്റ്റൽ. ഇവിടെ ഡോർമെട്രി മാത്രമല്ല കോട്ടേജസും അവൈലബിൾ ആണ്. അപ്പം ഞങ്ങൾ നിന്നത് ഈ ഒരു കോട്ടേജിലായിരുന്നു. ഞങ്ങളുടെ ചായക്കുള്ള പഞ്ചസാര അടിച്ചുകൊണ്ട് വാങ്ങി അതും കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കയറി വന്ന് അതേ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ഓ, ഷെയർ ചെയ്ത് അപ്പുറത്തെ മങ്കിക്കും കൊടുത്ത്. പാൽപ്പൊടിയാണല്ലേ? എത്ര പാക്കറ്റ് എടുത്തോണ്ട്? അപ്പം 3 പാക്കറ്റ് എടുത്തോണ്ട് വന്നു. ചെക്ക് ഇൻ ചെയ്ത ദിവസം ഞങ്ങൾ ഫുള്ള് റിലാക്സ് മോഡിലായിരുന്നു. മഞ്ഞും മഴയും ഒക്കെ കണ്ട് സൺസെറ്റൊക്കെ ആസ്വദിച്ച് റൂമിൽ തന്നെ റിലാക്സ് ചെയ്തിരുന്നൊരു ദിവസം. സമയം 12:30. ഉച്ചയ്ക്ക് 12:30 കൊടൈക്കനാൽ സീൻസ് ഫുള്ള് അതെ കൊടൈക്കനാൽ. ഞങ്ങൾ കുറച്ച് മുന്നേ വരെ ഡ്രോണ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴത്തുള്ളിയൊക്കെ വീണു. അപ്പോൾ ഞാൻ പറഞ്ഞു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, വേഗം ഇങ്ങനെ. പുറത്തു പോകാൻ കുഴപ്പമില്ലാന്ന് തോന്നണല്ലേ? പോകുന്നുണ്ട്. അങ്ങനെയല്ല, റോഡ് ഇച്ചിരി മോശം ഇവിടെ വരുന്ന കുറച്ച് ദൂരം മാത്രം, കുറച്ചൊരു മോശം. ഇങ്ങനെ ടാറൊക്കെ ഇളകി അങ്ങനെ കിടക്കുക. അപ്പോൾ അത് മാത്രം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാവും അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതെന്നുള്ളത്. രാവിലെ പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സൺറൈസിൻ്റെ ടൈമിൽ ജസ്റ്റ് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ചെറിയൊരു അപ്പോൾ നമുക്ക് ആ ഹിൽ വ്യൂ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അവിടുത്തെ മൗണ്ടിനും കാറ് കാണാം. നമുക്ക് ഇറങ്ങാം. ഞങ്ങൾ പൂമ്പാറയിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ കൂക്കലിൽ ഒന്ന് വെറുതെ വരാമെന്ന് വെച്ചാൽ. ഞങ്ങൾ കഴിഞ്ഞ തവണ കൊടൈക്കനാൽ കുറേ നാൾ മുന്നേ കൊടൈക്കനാൽ വന്നപ്പോൾ കൂക്കലിലായിരുന്നു സ്റ്റേ അല്ലേ. അപ്പോൾ ഞങ്ങൾ കൂക്കലിൽ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഒരു ഡ്രൈവിന് വന്നതാണ്. ചെറിയ മഴയുണ്ട്, ചെറിയൊരു മഴ. പണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കാറൊക്കെ ഇങ്ങോട്ട് കയറ്റി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സ്ഥലം. വീഡിയോ ഇല്ലല്ലേ? അന്ന് വ്ളോഗിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഫോട്ടോസ് ഉണ്ടാവും. ഭയങ്കര രസമല്ലേ കൂക്കൽ വരുമ്പോഴും ഇങ്ങനത്തെ മെഡോസ് പോലെ കുറച്ച് കാണുന്നതല്ലേ. പിന്നെ അവിടെ ഒരു ലേക്കുണ്ട്. ആ ലേക്കിൻ്റെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ, എനിക്ക് തോന്നുന്നു എന്താണ് ഫോക്സ് ആണെന്ന് തോന്നുന്നു. ആ ഫോക്സ് ഇങ്ങനെ ഒരു 4-5 ഫോക്സ് ഇങ്ങനെ നിന്നിട്ട് എന്തോ തിന്നുന്നു. കാട്ടുപട്ടിയാണോ എന്താണെന്നറിയില്ല. എന്തോ ഫോക്സ് ഇങ്ങനെ നിന്നിട്ട് ആ ലേക്കിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നിന്നിട്ട് എന്തോ ഇങ്ങനെ കടിച്ചു കീറി തിന്നുകൊണ്ട് പോകുന്നു. അതൊക്കെ കണ്ടായിരുന്നു. ഇത്തവണയല്ല, മുന്നേ വന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഡ്രൈവ് വന്ന. ചെറുതായിട്ട് മഴയുണ്ടല്ലേ? ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട് നന്നായിട്ട്. അട്ടയില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാറും ബൈക്കും ഒന്നും കയറ്റാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ തടിയൊക്കെ വെച്ചിട്ടുണ്ട്. തടിയൊക്കെ വെച്ച്
ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് മുന്നേ അവർ വഴി തരുന്നില്ലായിരുന്നു, അവർ സ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നോവക്കാരെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. രാഹുലിനെ വന്ന് പരിചയപ്പെടും. ഇപ്പം നേരത്തെ ഞങ്ങൾ കുറേ നേരം ഹോൺ അടിച്ചു. അതായത് അവർ ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. അപ്പം കുറേ സ്ഥലത്ത് നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഒതുങ്ങി തരുന്നുണ്ടായില്ല. പിന്നെ രാഹുൽ കുറച്ച് നേരം ഇങ്ങനെ ഹോൺ അടിച്ച് കയറി. ഇപ്പം എന്തേ അവർ ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തു. അവർ വിചാരിക്കും അതിലിങ്ങനെ നനയുന്ന പോലെ അല്ലേ. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നല്ലേ, പ്ലെയിൻ ആയിരുന്നു. എന്നാ വന്നേ എന്തേ കടുവയുടെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അയ്യോ കുഴപ്പമില്ല, കയറും, പേടിക്കണ്ട. ഓ ഞങ്ങൾ കൂക്കലിൽ ഇതിനു മുന്നേ 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലൊരു സ്റ്റേ ആയിരുന്നു. സെക്കൻഡ് ടൈം വന്നപ്പോൾ അതേ ഇത് അന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നത്. ഇതാണ് അന്ന് അത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, മിസ്റ്റി മൗണ്ടിനകത്ത്. ഇതായിരുന്നു ഞങ്ങൾ നിന്ന സ്റ്റേ. ഓ ലേക്കൊക്കെ ഭയങ്കര മോശമായല്ലോ. അമ്പലം പിടിച്ച മറ്റേടത്തും അമ്പലം ഉണ്ടായിരുന്നില്ലേ? ഫുള്ള് സ്പ്രെഡായി വെള്ളം മോശമാവും അല്ലേ? മൊട്ടുകളുണ്ട് നിറയെ, പൂ വിരിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, മൊട്ടുകളുണ്ട്. അപ്പം അവർ മറ്റേ മാപ്പിൽ കാണിച്ചതോ ഇത് അവിടെ ഒരു താറാവാണോ? അതെന്താ അത്, താറാവാ? ഇത് അതിൻ്റെ ഇടയിൽ കൂടെ നീന്തുന്ന അവിടെ നിന്ന് കോട വരുന്നേണ്ട. പക്ഷെ എനിക്ക് വെള്ളം കുടിക്കണം. ഇവിടെ ജീപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. റേഞ്ച് ഇട്ടില്ലേ നമുക്ക്? റേഞ്ചില്ല, കയ്യിൽ 5 പൈസ ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ സാധനം ഇപ്പം എടുക്കുന്നില്ല. റിങ്കറ്റ് ഉണ്ട് രാഹുലിൻ്റെ, മലേഷ്യൻ റിങ്കറ്റ്. ഈ മറ്റേ ഗൂഗിൾ പേയും കാർഡും ഒക്കെ യൂസ് ചെയ്ത് ഇപ്പം എവിടെ പോയാലും നമുക്ക് കയ്യിൽ ഇങ്ങനെ കാശ് എടുത്ത് വെക്കാൻ മറന്നു. കൂക്കലിലൊക്കെ ആണെങ്കിൽ ചെറിയ ഷോപ്സിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ജീപേ ഉണ്ട്, പക്ഷെ നമുക്ക് ഈ നെറ്റിൻ്റെ കാര്യം പറയാൻ പറ്റില്ല, ചിലപ്പം റേഞ്ച് ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ പെട്ടുപോകുമല്ലോ. അപ്പോൾ കയ്യിൽ ചെറിയ കാശൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറി സാധനം മേടിച്ച് വേഗം വരാം. ഏത് റോഡാണ് പിടിക്കുന്നത്? ഒരു ഷോർട്ട് കട്ട് അല്ല, ആക്ച്വലി ഗൂഗിൾ മാപ്പിൽ കാണിച്ച റോഡ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പൂമ്പാറയിൽ നിന്ന് വരാൻ നേരത്തെ പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ പൂമ്പാറ മെയിൻ ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പം ഈ മെയിൻ റോഡ് കാണിച്ചുള്ളൂ. അപ്പോൾ ഓൾറെഡി നമുക്ക് അവിടെ നിന്നും ആ ഒരു പൂമ്പാറ ഉള്ളിൽ കൂടി പൂക്കല്ല് വരാൻ റൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടല്ല. ഓ അപ്പോൾ വേറെ എവിടെന്നെങ്കിലും ചെന്ന് തിരിഞ്ഞ് വരുമായിരിക്കും. അയ്യോ അത് ഓർമ്മയുണ്ട്, നമ്മളൊരിക്കൽ വാട്ടർഫോൾ കാണണമെന്ന് പറഞ്ഞ് കുറേ ദൂരം പോയിട്ട് നമ്മൾ തിരിച്ചു വന്നത്. ഓർമ്മയില്ല നിനക്ക്? എനിക്ക് നല്ല റോഡാണ് അവിടെ, മറ്റേ ടാർ ചെയ്തിട്ടിരിക്കുന്ന റോഡ്. അവൻ പറഞ്ഞു അതല്ലേ 2 കിലോമീറ്റർ മാത്രം ചെറിയ പ്രശ്നം. അപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ ആ പുള്ളിനെ വിളിച്ചിട്ട് ചോദിച്ചു ആ റൂട്ട് നല്ലതാണോ എന്ന്. അയാൾ പറഞ്ഞു നല്ലതാണ്, ഒരു 2 കിലോമീറ്റേഴ്സ് കുറച്ച് മോശം റോഡാണ്, അത് കഴിഞ്ഞാൽ പിന്നെ നല്ല സീനിക് റോഡാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതുവഴി മുന്നേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് ആദ്യം ഒരു കാറ് പോകുന്നത് എന്നാൽ നമുക്ക് പുറകെ പോകാമെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ചായ കാപ്പി അന്ന് ഇത് ടാറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഓർമ്മയുണ്ടാ? പൊട്ടിപ്പൊളിഞ്ഞ് നമ്മളൊരു വാട്ടർഫോൾസ് കാണാൻ ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്നൊരു പുള്ളിക്കാരൻ പറഞ്ഞിട്ട് നമ്മൾ എടുത്തതാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് തന്നെ തിരിച്ചു വന്നു, കാരണം ഭയങ്കര മോശം റോഡായിരുന്നു. വിചാരിക്കാം ഡസ്റ്റർ പോകുന്നുണ്ട്. ഹൈഡോർ കൂക്കലിൻ്റെ പുതിയ സ്റ്റേ. ഇത് കൊള്ളാം അല്ലേ? അടിപൊളി. 2 സൈഡിലും ഫുള്ള് മറ്റേ വലിയ മരങ്ങൾ. എല്ലായിടത്തും ഇവിടെ ടെറസ് ഫാമിംഗ്. സ്റ്റെപ്പ് ഫാമിംഗ്.
അന്ന് നമ്മൾ ഇത്രയും ദൂരം പോലും വന്നില്ല. അതെ, അവിടെ ഒരു കുഞ്ഞ് ഇതുണ്ടായിരുന്നു. ഫുള്ള് കൃഷിയില്ലേ. നമുക്ക് ക്യാരറ്റ് മേടിച്ചാലോ? എന്തിനാന്ന് ചോദിക്കരുത്. അത്യാവശ്യം നല്ല റൂട്ടാട്ടെ. ഇതുവരെ ഓക്കെയാണ് അല്ലേ? നല്ല ടാർ ചെയ്ത്, അതായത് പുതിയ റോഡാന്ന് തോന്നുന്നു. ടാർ ചെയ്ത് സെറ്റാക്കിയ റോഡ്. ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇത് മാപ്പിൽ കാണിച്ചതാണ്. പക്ഷെ നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഫുള്ള് കൃഷിയല്ലേ? അവിടെ ഫുള്ള് കൃഷിയാണ്. അപ്പൊ ഇത് സ്കൂളാണോ? എന്തോ കൃഷിയൊക്കെ. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ മറ്റേ വെപ്രാളത്തിന്റെ ഇടയ്ക്ക് സാനിറ്റൈസർ എടുത്തോണ്ട് ഓടിയത് കാരണം എടുക്കാൻ പറ്റും. അവിടെ നമ്മൾ ആ കൂക്കൽ ലേക്കിന്റെ അവിടെ നിന്നല്ലോ. അപ്പൊ രാവിലെ ചോദിച്ച് അട്ടയൊക്കെ കാണുമോ ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ അട്ടയൊന്നും കാണില്ല, ഇവിടെ എങ്ങനെ അട്ട വരാനാന്നൊക്കെ ഡയലോഗൊക്കെ അടിച്ചു. കയറി കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്ക് രാവിലെ എൻ്റെ കാലിലെന്തോ കടിക്കണ പോലെ തോന്നണമെന്ന്. അങ്ങനെ ജസ്റ്റ് എടുത്ത് നിർത്തി നോക്കിയപ്പോഴത്തേക്ക് ഒരു അട്ട. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം വന്ന് നിർത്താൻ പറ്റുന്ന ഒരു സ്പേസിൽ നിർത്തി സാനിറ്റൈസർ ഒഴിച്ചത് കളഞ്ഞു. അപ്പോഴത്തേക്കും മറ്റേ ബസ് റൂട്ട്. അപ്പം ഒരു അതുവഴി പാസ് ചെയ്തൊരു പുള്ളി ഇങ്ങനെ നിർത്തി, കാറ് നിർത്തിയിട്ട് ചോദിച്ചു എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കുഴപ്പമൊന്നുമില്ല, അട്ട വന്നതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഉപ്പിട്ടാൽ മതി എന്ന് വെച്ചാൽ നമ്മുടെ എങ്ങനെ ഉപ്പ് വരണം. അപ്പം നമുക്ക് ഓൾറെഡി സാനിറ്റൈസർ ഉണ്ടല്ലോ, സാനിറ്റൈസർ ഇട്ടാലും അട്ട പെട്ടെന്ന് അങ്ങ് പോവും. ചത്തുപോകുമെന്നറിയില്ല, അത് കാലൊന്ന് വിട്ടത് അങ്ങ് പോവും. അങ്ങനെ നല്ല തണുപ്പല്ലേ? നല്ലൊരു വ്യൂ പോയിന്റ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ജസ്റ്റ് കണ്ടത്. അവിടെ ഒരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. എനിക്കൊരു മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു. നല്ല ഇങ്ങനെ ചെളി വെള്ളം. അത് ആ കാണുന്ന അതൊരു വാട്ടർഫോൾസാണ്. നടക്കാവോ? കുഴപ്പമില്ല നടക്കുന്നതിന്. അതെ, അടുത്ത അട്ടേനെയും കേട്ടിട്ട് ഇവിടെ കിടന്ന് നിലവിളിക്കണം. എല്ലായിടത്തും നിന്ന് ഇങ്ങനെ കോട പൊങ്ങി പൊങ്ങി വരുന്ന നല്ല ഭംഗിയല്ലേ കാണാൻ. ആ വാട്ടർഫോൾസ് തന്നെയാണോ നമ്മുടെ അവിടെ നിന്ന് കാണുമ്പോൾ? അല്ലല്ലേ? ആണല്ലേ? ആ ബ്ലൂ ലെക്സ് ക്യാമ്പ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മല കണ്ട അവിടെ എന്താണ്? അല്ല, അവിടെ ഒരു പച്ച ഇത് വെട്ടി ഏറ്റവും മുകളിൽ ഇത് വെച്ചിരുന്നു. അതിന്റെ താഴെ. ഡ്രോണൊക്കെ പറത്തി കണ്ട സ്ഥലമായിരിക്കും. അപ്പൊ പൂമ്പാടൻ കോക്കലൊക്കെ വന്നു തന്നെ. കറങ്ങി വരാൻ ഇച്ചിരി പാടാണല്ലോ. ഈ വെള്ളച്ചാട്ടമാണോ പുള്ളി കാണിക്കാൻ പറഞ്ഞത്? പുള്ളിയോട് പറയാതെ ഞങ്ങളവിടെ താമസിക്കുന്നത് ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ആ ലെക്സ് ക്യാമ്പിന്റെ വാട്ടർഫോൾ വ്യൂ ആയിരിക്കും. ലെക്സ് ക്യാമ്പില് ഏറ്റവും ഒരെണ്ണം മാത്രം ഒരു ബ്ലൂ കളർ ക്യാമ്പ് ഉണ്ട്. അത് ഏറ്റവും തുമ്പത്ത്, അതിന്റെ ഏറ്റവും എൻഡിൽ വരും. അപ്പൊ അതിന് ഈ വാട്ടർഫോൾ വ്യൂ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇങ്ങനെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റില്ല. ഇനിയായിരിക്കും ചിലപ്പോൾ മോശ റോഡ് എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ ഉണ്ട് ഇനി. കാല് നോക്കാനാ? ഇത് ബീൻസ് ആണോ? എന്താ ഇത് കൃഷി ഉണ്ടോ? പോവാ. ഓൾ സെറ്റ്, അട്ട ഫ്രീ. അല്ല, അതിൻ്റെ ഇല അങ്ങനെയാ? അല്ലെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇച്ചിരി റോഡ് മോശമല്ലേ? ഇത് കുഴപ്പമില്ല. പുഴയിൻ്റെ അതായത് ചാത് നല്ല പൊട്ടിപ്പൊളിഞ്ഞിട്ടാകാം. അതാണ് പൂമ്പാറ വാട്ടർഫോൾസ്. ഇപ്പോഴാണ് മാപ്പിൽ എഴുതി കാണിച്ചേക്കുന്നത്. നമ്മൾ കണ്ടേ വെള്ളം ഒഴുകി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തത്. പക്ഷെ ഇപ്പോഴാണ് മാപ്പിൽ നോക്കിയപ്പോൾ പൂമ്പാറ വാട്ടർഫോൾസ് വ്യൂ പോയിന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ.
ഇതിപ്പോ നമ്മൾ അങ്ങനെ താഴെ ഏറ്റവും താഴെ വരെ ഇറങ്ങിയിട്ട് പിന്നെ മുകളിലോട്ട് നമ്മുടെ ഹോസ്റ്റൽ കൂക്കലും പോട്ടെ പൂമ്പാറ കയറും. എൻ്റെ പൊന്നോ, എനിക്ക് ഇതൊക്കെയാണ് പ്രശ്നം. അയ്യോ അമ്മ അമ്മ. അങ്ങനെ ഞങ്ങളുടെ ഹോസ്റ്റൽ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇവിടെയാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. അയ്യോ, ഇനി വലിഞ്ഞു കയറുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ വയ്യായിരുന്നു. ആദ്യം വാട്ടർഫോൾസ് ഇവിടെ നന്നായിട്ട് കാണാമല്ലോ. ശരി കേട്ടോ, ആ ലക്സ് ഗ്ലാമിൻ്റെ ടെൻറ്റ് കറക്റ്റ് അവിടെയാണ് വരണം, ആ ബ്ലൂ ടെൻറ്റ്. ലക്സ് ഗ്ലാമിൻ്റെ എൻട്രി ഇവിടുന്ന് താഴോട്ട് പോകും. ഓ, നല്ല വാട്ടർഫോൾസ്. ഐ മീൻ നല്ലതായിട്ട് കാണാൻ പറ്റും. രാവിലെ നല്ല വെള്ളമായിരുന്നു അല്ലേ? എന്നാലും അത്യാവശ്യം അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് ദൂരെ. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റൽ. ഞങ്ങളുടെ റൂം അങ്ങ് മേലെയാണ്. ഇവിടെ ഇങ്ങനത്തെ റൂംസ് ഉണ്ട്, ഡോർമെട്രി ഉണ്ട് അല്ലേ? ഡോർമെട്രി പോലെ ഉണ്ട്. പിന്നെ നേരെ വർക്കിംഗ് സ്റ്റേഷനും പിന്നെ റെസ്റ്റോറൻറ്റ്, കഫേ, അങ്ങനെ. ഏറ്റവും മുകളിൽ രാത്രി പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഏറ്റവും മുകളിൽ. എന്ത് പ്രോഗ്രാമാ? ഡാൻസും അങ്ങനത്തെ എന്തൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അത്രയും ദൂരം കയറണം. കയ്യിലൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ കിതയ്ക്കും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ബാഗൊക്കെ തൂക്കിയാണ് കയറിയത്. മലയുടെ സൈഡിൽ ഫുള്ള് ആണിയടിച്ച് കൂടുതലും കമ്പി മീൻസ് ഫുള്ള് നമ്മളുടെ ഇരുമ്പ് റോഡ് വെച്ചിട്ടുള്ള സ്റ്റെയറും അങ്ങനത്തെ ഫ്രെയിമിലെ റൂംസും ഒക്കെയാണ്. കിതയ്ക്കാൻ തുടങ്ങി. ഇതെല്ലാവർക്കും ഇങ്ങനെ ചുമ്മാ വന്നിരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ്. സെയിൻറ്റ് ബെർണാഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? ക്രോസ് ആയിരിക്കും അല്ലേ? നല്ല വ്യൂ ഇവിടെ നിന്ന്. ആ വൈറ്റായിട്ട് കാണുന്നതാണ് ലക്സ് ഗ്ലാം. ഓ, നമ്മളോട് കാറ് നിർത്തി ചോദിച്ചില്ല എന്താ പറ്റിയെന്ന്. അവരതേ താഴെ നിൽക്കുന്നു ഹോസ്റ്റലിൽ. ഹായ്, മൈൻഡില്ല. വിളിച്ചാൽ നോക്കും. ഹായ് എന്ന് പറയുമ്പോൾ നോക്കിയില്ലടെ തിരിഞ്ഞോളാം. അത് പെമ്പട്ടിയാ. ലീച്ച് ഗൈ രാഹുൽ. എവിടെ ലീച്ച് ഗൈ രാഹുൽ? എവിടെ? ഞങ്ങളവിടെ വെച്ച് കണ്ട അവർ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ ഹായ് ഒക്കെ പറഞ്ഞു. ഇതിങ്ങനെ നമ്മൾ പതുക്കെ ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് കയറി. വയ്യാഞ്ഞിട്ടല്ല, ലാസ്റ്റ് സ്റ്റെപ്സ് കുറച്ച് അധികപ്പറ്റ കയറ്റം. നമ്മൾ അറിഞ്ഞില്ലല്ലോ അവരതാണ് തരുന്നതെന്ന്. രാവിലെയൊക്കെ ഫുള്ള് കോടയായിരുന്നു. അതായത് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നല്ലതായിട്ട് വെളിച്ചം വന്നിട്ട് ജസ്റ്റ് സൺറൈസിൻ്റെ ആ ഒരു ഓറഞ്ച് കളറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. അത് കഴിഞ്ഞൊരു 7-8 മണിയാകുമ്പോഴത്തേക്കും കോട തുടങ്ങും. പിന്നെ ഫുള്ള് കോടയാണ്. എനിക്ക് വയ്യ, ഞാൻ കിതയ്ക്കുന്നത് എൻ്റെ സൗണ്ടിൽ നിന്ന് തന്നെ കേൾക്കാൻ പറ്റും. ഇതാണ് നമ്മളുടെ റൂം. അവിടെ നിന്ന് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ് അല്ലേ? മേലെ എത്തിയിട്ട് വേണം ഒരു കുടം വെള്ളം കുടിക്കാൻ. ഫസ്റ്റ് പോയിട്ടും കാര്യമില്ല, കീ എൻ്റെ അല്ല. ഞാനും വിചാരിച്ചു, പക്ഷേ ഫുള്ള് മഴ നനഞ്ഞിട്ടേ ഫുള്ള് നനഞ്ഞ് കിടക്കുക. ക്ലോത്തിൻ്റെ അല്ലേ? അയ്യോ, നമ്മളുടെ ഉള്ളിലെ ചവിട്ടി ഇതുപോലെയാണ് നനഞ്ഞിട്ട് തണുക്കുന്ന കാല് ചോക്കുമ്പോൾ.
വേറെ സ്ഥലങ്ങളൊന്നും കാണാൻ ഞങ്ങളിങ്ങനെ പുറത്തൊന്നും പോയില്ല, റൂമിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു കൊടൈക്കനാൽ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.